പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാവർക്കും സുപ്രഭാതം. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. അനുദിന അനുഗ്രഹ പ്രാർത്ഥന. നിങ്ങളൊരു കാര്യം ചെയ്യാൻ കേട്ടോ, അച്ഛൻ നിങ്ങളെ കുരിശ് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഒരു പ്രാർത്ഥന പോലും വേസ്റ്റ് ആകത്തില്ല. ഈ പ്രാർത്ഥനയുടെ പിന്നിലെല്ലാം 61 വർഷത്തെ കർത്താവിലുള്ള വിശ്വാസ ജീവിതമുണ്ട്. അച്ഛനായതുകൊണ്ട് ഇങ്ങനെ കർത്താവിനെ ശുശ്രൂഷിക്കണമല്ല. ഞാൻ അച്ഛൻ കുടുംബത്തിൽ വെച്ചും എല്ലാ വീട്ടിലൊക്കെ പോയി വനവാസം നടത്തുകയും പള്ളിയിൽ മഴയും കൊണ്ടൊക്കെ പോവുകയും എല്ലാ മഴയത്തും കാറ്റിനുമൊക്കെ ഒടിഞ്ഞ കൊടിയും കൊണ്ട് പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വലിയ കൊടർക്കാലത്തെ ബന്ധങ്ങളാണത്. അതിനുശേഷം അച്ഛനായതിനു ശേഷമാണെങ്കിലും ഒരു തുള്ളി സമയം പോലും വേസ്റ്റായിട്ടില്ല. എന്നെ ബൂസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥന സീരിയസ് ആയിട്ട് സ്വീകരിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സീരിയസ് ആയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ടേക്ക് ഗോഡ് സീരിയസ്. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്തു. അങ്ങ് കർത്താവെ, ഞാനിത് പ്രാർത്ഥിക്കണത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല. ഇന്നത്തെ പ്രഭാതത്തിൽ മനസ്സിൻ്റെ ഭാരവുമായിട്ട് എഴുന്നേൽക്കുന്ന അനേകം മക്കളുണ്ട്. അബോർഷം വന്നുപോയ അമ്മമാർ, ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് ഓർത്ത് നിന്നിട്ട് അവസാനം മാസങ്ങൾ കൊണ്ട് കുഞ്ഞ് ജനിക്കേണ്ടതായിട്ട് കാത്തിരുന്നു. പക്ഷേ അപ്പോൾ പ്രഗ്നൻ്റായി, പിന്നീട് താമസിക്കാതെ അത് സ്പോട്ടിങ് ആയിപ്പോയി. കർത്താവ്, അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ ഈ സമയത്ത് മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരും എന്നോട് പറഞ്ഞതോ നേരത്തെ കേട്ട എൻ്റെ ഓർമ്മയല്ല, എൻ്റെ മനസ്സിലിപ്പോൾ വന്നതാണ്. ഇത് കേൾക്കുന്ന ആരൊക്കെ ഉണ്ട്, അവരെല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ദൈവവേദനെ ഒരു സീല് ഇല്ലാത്തതിൻ്റെ പേരിൽ, സീല് മാഞ്ഞുപോയതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരെ കാണിക്കുന്നുണ്ട്. അതിനെല്ലാം റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, നീ വിഷമിക്കരുതെന്ന് ഈശോ പറയുന്നു. നീ എന്ത് വിഷമം ഉണ്ടെങ്കിലും ആ സമയത്ത് കർത്താവിനെ ഓർക്കാൻ പറയുന്നുണ്ട്. ഓർമ്മ വലിയൊരു കാര്യമാണ്. കർത്താവ് പറഞ്ഞില്ലേ, കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും കർത്താവ് ഓർത്തിരിക്കുന്നൊരു സ്വഭാവമാണ്. പണ്ട് ഒരു സ്ത്രീ കർത്താവിൻ്റെ പാദത്തെങ്കിൽ തൈലം പൂശില്ലേ. അപ്പം യൂദാസ് അതിനെതിരെ, ആ ബethനിയായാലും മറിയത്തിനെതിരെ യൂദാസ് പിറുപിറുത്തില്ലേ. അപ്പം കർത്താവ് അവളോട് പറഞ്ഞ നന്ദി എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ ഓർത്തിരിക്കും എന്നല്ല പറഞ്ഞത്. അതിനെ അവിടെ ജനക്കൂട്ടം ഉണ്ടായിരുന്നത് കൊണ്ടാണ് പറഞ്ഞത്, ലോകത്തിലിവിടെ എല്ലാം സുവിശേഷം പ്രഘോഷിച്ചാലും ഇവിടെ ചെയ്ത കാര്യം ഓർത്തിരിക്കും. ആ ശരിക്കും പറഞ്ഞാൽ അതെന്താണ് പറയാതെ പറഞ്ഞത്? നിന്നെ ഞാൻ ഓർത്തിരിക്കും. അതാണ് ഈശോ. അതുകൊണ്ട് തന്നെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നതാണ് ഈ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം. ഈശോയെ സ്നേഹിക്കുന്നവർ ഈശോയിൽ ജീവിക്കും. കർത്താവ്, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരങ്ങയെ ആഴത്തിൽ അറിയാൻ ഇടയാക്കണം. അവരുടെ ഓരോ തകർച്ചകളിലും അവരെ നീ സന്ധിച്ചിട്ടുണ്ടെന്നും അവരെ അറിയാത്ത പല കാര്യങ്ങൾക്ക് അവരെ നീ സംരക്ഷിച്ചിട്ടുണ്ടെന്നും അവരെ നീ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗികളെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മരണം നടന്ന വീടുകളെ സംബന്ധിച്ച് ഉറ്റവർ മരിച്ചു പോയവരുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ വേദനിക്കുന്ന ജീവിത പങ്കാളികളുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് സമർപ്പിക്കുകയും കർത്താവിൻ്റെ കൈകളിലേക്ക് അമ്മയുടെ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത ഞാൻ ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. വീട് പൊളിഞ്ഞു കിടക്കുന്നവരും, വീടില്ലാത്തവരും, ഉള്ള വീട്ടിൽ സമാധാനം ജീവിക്കാൻ പറ്റാത്തവരും, ഓരോരോ കല്യാണം വിവാഹവും ഒക്കെ നടന്നതിൻ്റെ പേര് ജീവിതത്തിൻ്റെ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിന് നകർന്നു പോയവരുണ്ട്. വളരെ സമാധാനം ജീവിച്ച്, പക്ഷേ ഒരാൾ കല്യാണം കഴിച്ചപ്പോൾ അകപ്പെടെ അലൈൻമെൻ്റ് എല്ലാം തകർന്നു പോയി. അങ്ങനെ കല്യാണം കൊണ്ട് തകർന്ന മക്കളുണ്ട്. ഈശോയെ, അത് കല്യാണം കഴിക്കാതിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു പോണവരുണ്ട്. എങ്കിലും കർത്താവെ, അവർ ദൈവത്തോടുള്ള വാഗ്ദാനം, ദൈവത്തിൻ്റെ മനസ്സിൽ അനുസരിച്ചുകൊണ്ട് അവർ ഒരു ദൈവവിളി പോലെ വിവാഹം കഴിച്ചു. അവർക്കെന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ, തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ അത് ഏറ്റെടുക്കണം. ഞാൻ നിൻ്റെ തിരുസന്നിധി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് സ്വന്തമായിട്ട് അവർ ഉറ്റവർ വിടവർ എത്ര വലിയ ആൾക്കാരാണെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് മനുഷ്യൻ പോകും, മറന്നു പോകും, മയങ്ങിപ്പോകും. പക്ഷേ ഇസ്രായേലിൻ്റെ രക്ഷകൻ സങ്കീർത്തനം 121:4 പറയുന്നു, ഇസ്രായേലിൻ്റെ രക്ഷകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഉറങ്ങാത്ത നല്ലിടയനായ ആടുകൾക്ക് നടക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ തകർന്നുപോയ മക്കളെ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയെന്ന് എഴുതിയിട്ടുണ്ട്. 6:34 മർക്കോസിൻ്റെ സുവിശേഷത്തെ. കർത്താവെ, അനുകമ്പ അങ്ങനെ മക്കളോട് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയെ നീ അനുഗ്രഹിക്കപ്പെടുകയും ഈ അനുഗ്രഹത്തിൻ്റെ സന്തോഷം നീ ഇന്ന് അനുഭവിക്കാൻ നീ ഉറങ്ങുന്നത് വരെ ഇന്ന് ഇറങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നമ്മൾ ഇന്നത്തെ സുവിശേഷം വായിക്കുന്നത് മർക്കോസ് 6:34. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവൻ അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജനക്കൂട്ടത്തെ ഉണ്ടല്ലോ, ഇപ്പം നമ്മളെല്ലാവരും ജനക്കൂട്ടത്തെ നടുവിലല്ലേ അല്ലേ? ഈ ജനക്കൂട്ടത്തെ കാണുമ്പോൾ നമുക്ക് തോന്നേണ്ടത് എന്താണെന്നറിയാമോ? അനുകമ്പയെ തോന്നണം. അപ്പോൾ നിങ്ങളോർക്കും ജനക്കൂട്ടം എവിടെ ഉണ്ട്? മീറ്റിങ്ങിലാണ്, കൺവെൻഷനിലാണ്, അതാ മീറ്റിങ്ങിലാണ്? ഒന്നുമല്ല, നമ്മുടെ വാട്സപ്പ് തന്നെ ഒരു ജനക്കൂട്ടമാണ് അല്ലേ? നമ്മുടെ ഇമെയിലും ഓൺലൈൻ പരിപാടികളെല്ലാം ജനക്കൂട്ടമല്ലേ? ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അനുകമ്പ തോന്നണം. എന്താ കാര്യം? അവരിടയില്ലാത്ത ആടുകളാണെന്ന്. എന്നുവെച്ചാൽ കർത്താവിന് വിശ്വാസമില്ലാത്തവരുണ്ടാതില്ല അവരില്ലേ? അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ട് കാര്യം സംഭവിക്കും. ഒന്ന്, നിങ്ങളെ അവർ ബ്ലോക്ക് ചെയ്യും. കാര്യം അവർ ദൈവത്തിൻ്റെ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 9:41. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അപ്പം നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ വ്യക്തമല്ലേ ക്രിസ്തുവിനുള്ളവരല്ലാത്ത ആൾക്കാരുണ്ടെന്ന്. പക്ഷെ ക്രിസ്തുവിനുള്ളവരാണ്, പക്ഷെ അവർക്ക് ക്രിസ്തുവിനെ കിട്ടണില്ല. പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള സമയത്ത് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താണ്? ആരെ ഞാൻ അയക്കും? ആര് നമുക്ക് വേണ്ടി പോകും? യെശയ്യാ 6:8. അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇതിനകത്ത് വരുന്നൊരു വിഷയമുണ്ടല്ലോ, ഈ കർത്താവിന് വേണ്ടി ആരെ ഞാൻ അയക്കും. അത് എന്നും സൂര്യനുള്ളിടത്തോളം കാലം ഈ ചോദ്യം ദൈവം ചോദിച്ചുകൊണ്ടിരിക്കും, ആരെ ഞാൻ അയക്കും. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് കാറ്റഗോറിക്കൽ ക്വസ്റ്റ്യൻ. എന്താണ്? ആര് എനിക്ക് വേണ്ടി പോകും? എല്ലാവരും പോകുകയെ, ചിലപ്പോൾ അവരുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെയായിരിക്കും പോണത്. എനിക്ക് ഇതുപോലെ വേസ്റ്റുള്ള ഒരു കാര്യം, എല്ലാവരും ഭയങ്കര കഠിനാധ്വാനമാണ്. എന്താണ്? സ്വന്തം വയറ്റിപ്പഴപ്പിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും. ക്രിസ്തുവിന് വേണ്ടി എന്താ ചെയ്യണം? നമ്മൾ എന്താ ചെയ്യണത്? പള്ളിയിൽ പോകും എന്ന് പറയും. എന്ത് പള്ളിയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ ക്രിസ്തു എന്ത് കിട്ടാനാണ്? വിശ്വാസം നിലനിൽക്കും, അത് നിൻ്റെ കടമയല്ലേ. എക്സ്ട്രാ ആയിട്ട് മത്തായിയുടെ സുവിശേഷം, കർത്താവിൻ്റെ മനസ്സിരിപ്പായിരുന്നവൻ മത്തായിയുടെ സുവിശേഷം എന്താ പറഞ്ഞാൽ, വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? കൽപ്പിക്കപ്പെട്ടെല്ലാം ചെയ്തുകൊണ്ട് നന്ദിയൊന്നും കിട്ടത്തില്ല. ദൈവദൃസന്നിധി അതല്ലേ കൽപ്പിക്കപ്പെട്ടല്ലേ? 17 അല്ല, ലൂക്കയുടെ 17-ാം അധ്യായം. ലൂക്ക 17:10. ലൂക്ക 17:10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. അതെന്താ പ്രശ്നം? നമ്മൾ ഒരു ഇപ്പം നിങ്ങൾക്ക് 5 മക്കളുണ്ട്, 2 മക്കളുണ്ട്. മക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, മക്കളുടെ മാത്രം കാര്യം നോക്കിയാണ് ഞാൻ ജീവിക്കണത്. ഈ മക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ കൽപ്പിക്കപ്പെടുകയും ചെയ്ത ശേഷം പിന്നെന്താ? ദാസന്മാരാണ്, പക്ഷേ വലിയ പ്രയോജനമൊന്നുമില്ല. ആർക്ക് പ്രയോജനമില്ല? ദൈവത്തിന്. എന്താ കാര്യം? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? വിശ്വാസ കൈമാറ്റത്തിന് വേണ്ടിയും ക്രിസ്തുവിൽ മറ്റുള്ളവർ വളർന്നു വരാൻ വേണ്ടിയും നമ്മൾ എന്താണ് ചെയ്യണത്? ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കണത് ഈ വിശേഷ വിധിയായി ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നതാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം കൊണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ട കൃപ തിരിച്ചു പിടിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ സ്വന്തം അനുഭവങ്ങളില്ലേ, സ്വന്തം അനുഭവങ്ങൾ തന്നെ പ്രസൻ്റായിട്ടുള്ള അനുഭവങ്ങളുണ്ട്, പഴയ അനുഭവങ്ങളുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ചില സമയത്ത് നമ്മൾ ഒരു അടയാളം കാണാത്ത ഒരു സമയം ഉണ്ടാവും. നമുക്കങ്ങനെ പുസ്തകമുണ്ട്, അച്ഛനെ അടയാളം കാണാത്ത കാലം അമ്മയോടൊപ്പം വന്നു.
അടയാളം ഒന്നും കാണാത്ത ചില സമയം ഉണ്ടാകും. ദാറ്റ് മീൻസ് കാണാഞ്ഞിട്ടല്ല, അടയാളം താമസിക്കുന്ന കാലം. അപ്പം അടയാളം കാണാതെ വരുമ്പോൾ നമുക്ക് എന്നാ സംഭവിക്കണത്? സ്ഥിരീകരണം കുറഞ്ഞു കഴിയും, നമ്മളത്ര ഇത്തിരി വേവറിങ് ഉണ്ടാകും അല്ലേ? അടയാളം കണ്ടില്ലെങ്കിൽ, തൽക്കാലം അടയാളം കാണാൻ താമസിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ സ്ഥിരീകരണത്തിന് എന്നാ ചെയ്യും? പഴയ അനുഭവങ്ങളെ നമ്മൾ ഓർക്കണം. പ്രീഡിയാവും പഴയ അനുഭവങ്ങളെ. ഇപ്പം നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന അടയാളങ്ങളെ നമ്മൾ ഓർക്കണം. അത് കർത്താവ് ചോദിക്കും. ഉത്കണ്ഠ വരുമ്പോൾ, അടയാളം താമസിക്കുന്ന കാണുമ്പോൾ, അപ്പോസ്തലന്മാർക്ക് ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ കർത്താവ് പറയും പഴയ അനുഭവങ്ങൾ ഓർക്കാൻ പറയും. 5 അപ്പം 5000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൊട്ട നിറയെ ശേഖരിച്ചു? പഴയ അടയാളം പരിശോധിക്കാൻ പറയും. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. എന്തെങ്കിലും ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് തോറ്റു, അല്ലെങ്കിൽ ഒരു രോഗം വന്നു, ഒരു മരുന്ന് കഴിച്ചു, സൗഖ്യമാകണില്ല, അപ്പോൾ നീ പഴയ കാര്യങ്ങൾ ഓർക്കണം. ഒരു സാമ്പത്തിക കടം വന്നു, നിനക്ക് കുറച്ച് വിഷമം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി, അപ്പോൾ നീ പഴയ കാര്യങ്ങൾ ഓർക്കണം. എന്ത്? കർത്താവ് നിനക്ക് ഇതുപോലെയുള്ള വിഷമസന്ധികളിൽ പഴയ കാലത്തെ കർത്താവ് നിന്നെ കഴിഞ്ഞ കൊല്ലമോ 10 കൊല്ലം മുമ്പോ 20 കൊല്ലം മുമ്പോ കർത്താവ് നിന്നെ സഹായിച്ച കാര്യം നീ അനുസ്മരിക്കണം. അതാണ് അപ്പമില്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് എന്തിനെ ഉത്കണ്ഠപ്പെടുന്നു. 16:9 മത്തായിയുടെ സുവിശേഷം 16:9 5 അപ്പം 5000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൊട്ട നിറയെ ശേഖരിച്ചു? പ്രൈസ് ദി ലോർഡ്. 7 അപ്പം 4000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൊട്ട നിറയെ ശേഖരിച്ചു? അല്പവിശ്വാസികളെ. അതാണ് സംഭവം. പഴയ അടയാളങ്ങൾ അനുസ്മരിച്ചാൽ അത് വിശ്വാസക്കുറവായിട്ടാണ് കർത്താവ് കാണുന്നത്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതായത് പഴയ അടയാളങ്ങളെ വിസ്മരിച്ചാൽ, പഴയ അടയാളങ്ങളെന്ന് പറയുന്നത് എന്താണ്? ഓർമ്മ വെച്ച കാലം മുതലുള്ള നമുക്ക് ഓർമ്മ വെച്ച കാലം മുതലുള്ള അടയാളമില്ലേ? അടയാളങ്ങളിലൂടെ കർത്താവ് നിന്നെ സന്ധിച്ചിട്ടുണ്ട്, നിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, നിൻ്റെ വിശ്വാസത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ കർത്താവ് തന്നെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പ്രസൻറ്റ് ടൈമിൽ. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരാൾ തന്നെ എന്ന് പറയണത്. അതാണ് 13:8 ഹെബ്രായർ 13:8 എന്ന് പറഞ്ഞ് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരാൾ തന്നെ. അപ്പം നിന്റെ ഇന്നലത്തെ അടയാളങ്ങളെ നീ പരിശോധിക്കണം. എന്നിട്ട് നീ നിൻ്റെ മനസ്സിനോട് പറയണം, മനസ്സ് ധൈര്യമായിരിക്കുക, കർത്താവിന് മാറ്റമില്ല. എൻ്റെ ഇന്നലകളിൽ പ്രവർത്തിച്ച കർത്താവ് തന്നെയാണ് ഇന്നും എൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്നത്. അവൻ എന്നെ സന്ധിക്കും. കൈയിടിച്ച് കിടന്നാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവേ, കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് ഇസ്രായേൽ പരിപാലകൻ ചേർന്ന് പാടാം. ഇസ്രായേൽ പരിപാലകൻ മയങ്ങില്ല. നിത്യജീവനേകും ദൈവം നിത്യഭൂമൻ കാവലല്ലോ. കാലിടരാതെ അവരെന്നെ നയിക്കും, കൺമണി പോലെ അവരെന്നെ കാക്കും. കാലിടരാതെ അവരെന്നെ നയിക്കും, കൺമണി പോലെ അവരെന്നെ കാക്കും. ആ ദൈവം കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി പാടിപ്പാടാം. ജീവിക്കുന്നു അപ്പൊ ക്രിസ്തുവാണ് വിഷയം. എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം എന്താ? ക്രിസ്തു.
ദ പേഴ്സൺ ജീസസ്. ഈ ക്രിസ്തുവാണ് ഇന്നലെ ഉണ്ടായിരുന്നത്, ക്രിസ്തുവാണ് ഇന്നുള്ളത്, നാളെ ഉണ്ടാകുന്നത്. ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും പരിഹാരം, പാപത്തിൻ്റെയും പോലും പരിഹാരം ക്രിസ്തുവാണ്. ഗെറ്റ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നാ പറയണ ബൈബിള്. നിൻ്റെ ഓരോ അനുഭവവും ഓരോ തകർച്ചയും ഓരോ വലച്ചിലും ഇവിടെ ദൈവം നിന്നോട് പറയണത് എന്താണ്? ഗെറ്റ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് സേവ്ഡ്. യേശുവിനെ സ്വീകരിക്കൂ, രക്ഷ പ്രാപിക്കൂ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഏക രക്ഷയുടെ നാമം യേശു നാമമാണെന്ന് വിശ്വസിക്കുന്നു. ആകാശത്തിന് കീഴില് മാനവകുല രക്ഷയ്ക്കാൻ നൽകപ്പെട്ട നാമം അങ്ങയുടെ നാമമാണ്. മറ്റൊരുത്തൻ രക്ഷയില്ല. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, യേശുവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ, എല്ലാ വിഷയങ്ങളും സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു. സന്തോഷത്തോടെ, സ്നേഹത്തോടെ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. അത്താഴമേശി അനവധി നമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാദ്ര മനസ്സും ഈശുനാഥാ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരൻ, എന്തെങ്കിലും താമസിച്ചു പോയാ വിവാഹം, മക്കള്, ഇപ്പം ഇന്നലെ ഒരു വീഡിയോ റെക്കോർഡിങ് നടന്നിവിടെ. ഇന്നലെ ഉച്ചയായപ്പോഴൊരു ദമ്പതികൾ 3 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന്, 3 കുഞ്ഞുങ്ങളെ, നല്ല മിടുക്കന്മാരായിട്ടുള്ള 3 കുഞ്ഞുങ്ങളെ. അപ്പം ഞാനിവിടെ ഇല്ലായിരുന്നു, എൻ്റെ ഇടവകയിലായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളവർ കുറച്ച് വിജിലൻ്റാണ്. അപ്പോൾ അവരോട് പറഞ്ഞു ഇതിൻ്റെ ബൈറ്റ് ഇപ്പം തന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ മീഡിയ കോറെല്ലാം ഒരുമിച്ച് കൂടി അതിൻ്റെ ബൈറ്റ് എടുത്തു. കാര്യം 8 വർഷമായിട്ട് അവർക്ക് മക്കളില്ല, 8 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ അവരൊന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് അവർക്ക് ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളെ കൊടുത്തു. അത് 3 ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ തന്നെ കുഞ്ഞുങ്ങളായി. അപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുകയും കർത്താവ് പറഞ്ഞ കാര്യം 3:9 എന്താണ്? ഈ കല്ലിൽ നിന്ന് സന്തതി ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് വിശ്വസിക്കുമെന്ന് പറയുമ്പോഴേ ദൈവത്തിൻ്റെ കഴിവിലാണ് വിശ്വസിക്കുന്നത്. ആ കഴിവ് നമുക്ക് തരുമെന്ന് ഈശോ പറഞ്ഞത്. ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്ന വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ കഴിവിലാണ് വിശ്വസിക്കുന്നത്. ഈ കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞപ്പോഴേ അത് പിശാച് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് അനുസരിക്കാതിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞെങ്കിൽ കർത്താവ് ചെയ്തേനെ. കാര്യം അവൻ്റെ ഉദ്ദേശം മോശമായതുകൊണ്ട്, അവൻ്റെ ഉദ്ദേശം മോശമായതുകൊണ്ടാണ്. കർത്താവ് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യണ വിഷയമല്ല, അതിൻ്റെ ഉദ്ദേശമാണ് പ്രശ്നം. വാട്ട് യു മീൻ എന്ന് ചോദിക്കും. എന്താ നീ ഉദ്ദേശിക്കണത്? അവൻ്റെ ഉദ്ദേശം മോശമായതുകൊണ്ടാണ് കല്ലപ്പമാക്കാതിരുന്നത്. ഈ സ്ത്രീയും അവളുടെ ഗർഭപാത്രവും ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ ജനിതക സവിശേഷതയുമെല്ലാം 8 കൊല്ലമായിട്ട് നോൺ പ്രൊഡക്റ്റീവാണ്, ഉൽപാദനക്ഷമമല്ല, കല്ലാണത്. പക്ഷെ കല്ല് കർത്താവിനെ ആശ്രയിച്ചപ്പോൾ, അവൻ്റെ വലച്ചിൻ്റെ കാലത്ത് അവൻ കർത്താവിനെ അന്വേഷിച്ചപ്പോഴേ ആ 8 കൊല്ലം കൊണ്ട് പ്രസവിക്കുകയാണത്. 3 കുഞ്ഞുങ്ങളെ 8 കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് കർത്താവ് 3 മാസം കൊണ്ട് കൊടുക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവസ്നേഹത്തോട് സ്തുതിക്കട്ടെ.
കർത്താവ് ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി. സന്താനരഹിതരെ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാചിച്ചാൽ മറുപടി കരങ്ങളടിച്ചുകൊണ്ട് മുട്ടിയാൽ തുറന്നു ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. കരങ്ങൾ ഉയർത്തി നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. ഹല്ലേലൂയ. വാക്കു പറഞ്ഞവൻ മാറുന്നില്ല. വിശ്വാസത്തോടെ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാഗ്ദത്തം തന്നവരകലുമില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി മുട്ടിയാൽ തുറന്നു ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി മുട്ടിയാൽ തുറന്നു ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. Praise the Lord. Praise the Lord. ഇപ്പൊ കല്ലെന്നും കാണിച്ച് കാലം നമ്മളെ പേടിപ്പിക്കേണ്ട കാര്യമില്ല വിശ്വാസിയെ. കല്ല് കാണിച്ച് കാലം പേടിപ്പിക്കുമ്പോൾ നമ്മൾ പറയും, കാലത്തിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, വി ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിലാണ് വിശ്വസിക്കുന്നത്. കല്ലിൽ നിന്ന് എപ്പോഴാണ് ജനിപ്പിക്കുവാൻ എൻ്റെ കർത്താവിനെ കഴിയുമെന്ന്. അങ്ങനെ കർത്താവിനെ കണ്ടെത്തുന്ന കാലമാണ്. ഇന്നലത്തെ കുഞ്ഞിനെ കൂടി ഇന്ന് കൊടുത്തിരിക്കുകയാണ്. കാര്യം എന്താണ്? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരാണ് തന്നെ. ഇന്നലെ കൊടുക്കാനുള്ളത് കുടിശ്ശിക അരിയർ ഉൾപ്പെടെ ഇന്ന് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് അവൾ പറയുന്ന ആ സാക്ഷ്യത്തെ പറയുന്ന വാക്കുണ്ട്. ഈ 3 കുഞ്ഞുങ്ങൾ, അവൾക്ക് അത്രയും ആരോഗ്യമില്ല. ആ കുഞ്ഞിനെ കണ്ടില്ല, ഞാൻ ഇടവകയിലായിരുന്നു. ആരോഗ്യമില്ല ആളിന്. ചെറുപ്പക്കാരത്തിയാ. കല്യാണം നേരത്തെ നടന്നു എന്നേ ഉള്ളൂ. 8 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ല. പക്ഷേ എന്നാ പ്രശ്നം? 3 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ ഗർഭപാത്രം തൂങ്ങി. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരാളിന് വളർച്ചയില്ല, ബാക്കി 2 പേർക്കും വളർച്ചയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാളെ ടെർമിനേറ്റ് ചെയ്യണം. അപ്പോഴെവിടെ പറയുന്നൊരു വാക്കുണ്ട്, ഡോക്ടറെ ഇത് ഉടമ്പടിയുടെ കുഞ്ഞാണെന്ന്. കർത്താവ് തന്നതാണ്, ഇതിനെ കളയല്ല. കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് തന്നെ അതിനെ വളർത്തിയെടുക്കുമെന്ന്. ശ്രുതികട ഹല്ലേലൂയ. യേശു കരങ്ങളടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരങ്ങൾ വീശി ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കുന്നു. ഇതുകൊണ്ടാണ് എല്ലാത്തിനോടുമുള്ള ഭയം മാറ്റാൻ പറയണത്. എങ്ങനെയാണ്? കർത്താവിനെ സ്നേഹിച്ച് നിനക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ നീ അത് കർത്താവിനെ സ്നേഹിക്കണം. എനിക്ക് IELTS തോറ്റെന്ന് പറഞ്ഞ് ഇരിക്കരുത്. 48 പ്രാവശ്യം IELTS തോറ്റിട്ട് ഉടമ്പടി എടുത്തപ്പോഴേ IELTS ജയിച്ച സ്ഥലമാണിത്. 48 പ്രാവശ്യം, 4 അല്ല 8 അല്ല 48. അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ നീ ഇല്ലേ ആ വസ്തുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല നീ പുരോഗമിക്കേണ്ടത്. മറിച്ച് എന്താണ്? നിനക്കില്ല എന്ന് അപ്പായി പറയണത് ക്രിസ്തുവാണ്. നിനക്കില്ല എന്ന് പറയണത് വസ്തുവല്ല, പിന്നെ എന്താണ്? ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാനാണ് ഈ അപ്പ പറയണത്. ഓരോ കാര്യം ഇങ്ങനെ താമസിച്ച് പോകുമ്പോൾ ഗെറ്റ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നാ പറയണത്. റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. അപ്പായുടെ ലക്ഷ്യം എന്താ? ക്രിസ്തുവിനെ സ്വീകരിക്കുക. നിൻ്റെ കല്യാണം താമസിച്ചാലും കർത്താവ് പറയും ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറയും. നീ ഒരു പെണ്ണിനെ കെട്ടണില്ലേ, ഒരു ചെറുക്കനെ കെട്ടണില്ലേ എന്നാ പറയണത്. അപ്പോഴേ അപ്പായ പറയും ആദ്യം എൻ്റെ മകനെ നീ സ്വീകരിക്കാൻ പറയും. ആദ്യമേ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ, പരാധീനത ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മക്കൾ മനസ്സിലോർത്ത് അപ്പായോട് പ്രാർത്ഥിക്കണം. അപ്പാ എനിക്ക് ഭാര്യയില്ല, മക്കളില്ല, അതൊന്നുമല്ല എൻ്റെ പ്രശ്നം ക്രിസ്തുവാണെന്ന് പറയണം. പ്രാർത്ഥിക്കുക. അപ്പാ എൻ്റെ പ്രശ്നം ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ എനിക്ക് നൽകണമേ. എൻ്റെ എല്ലാ അവശതകളിലും അവനാണ് പരിഹാരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികൾക്ക്, ഞങ്ങളുടെ ദുരിതങ്ങൾക്ക്, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ഏകാശ്രയവും പരിഹാരവും അങ്ങ് തന്നെയാണ് കർത്താവേ. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലാണ്, അങ്ങയുടെ കരങ്ങളിലാണ് ഞങ്ങളുടെ ഭാഗധേയം.
കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുനാമത്തിന്റെ ആശ്രയമേ, ആശ്രയത്തെ നേരമെന്റെ ആശ്വാസം, നിൻ വചനം മാറിപ്പോകുമേ, എന്റെ വേദനകൾ സൗഖ്യമാകുമേ. ചേർന്ന് പാടാം. യേശുനാമത്തിന്റെ ആശ്രയമേ, ആശ്രയത്തെ നേരമെന്റെ ആശ്വാസം, നിൻ വചനം മാറിപ്പോകുമേ, എന്റെ വേദനകൾ സൗഖ്യമാകുമേ. കരങ്ങൾ ഉയർത്തി. മാരക രോഗികളെ എന്റെ കൊറോണ വൈറസ് രോഗികളെ സൗഖ്യപ്പെടുത്തണം. ആശ്രയത്തെ നേരമെന്റെ ആശ്വാസം, എന്റെ വേദനകൾ സൗഖ്യമാകുമേ. എല്ലാത്തിൻ്റെയും എല്ലാ പോരായ്മയുടെയും എല്ലാ പരാധീനതയുടെയും പരിഹാരവും പകരവും പരിഹാരവും, എല്ലാ പരാധീനതയുടെയും പകരവും പരിഹാരവും ആരാണ്? ക്രിസ്തുവാണ്. അതാണ് കർത്താവിൻ്റെ വചനം പറയണത്. കർത്താവിൻ്റെ വചനം എന്താ പറയണത്? എല്ലാ പരാധീനയുടെയും പോരായ്മയുടെയും പകരം ആരാണ്? ക്രിസ്തുവാണ്. അതിന് പകരം വചനം ഉപയോഗിക്കുന്ന വാക്യത ക്രിസ്തു എല്ലാമാണ്. അതാണ് പറയണത്. കൊളോസ്യസ് 3:11 ഏറ്റു പറഞ്ഞ്. കൊളോസ്യസ് 3:11 ക്രിസ്തു എല്ലാമാണ്. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്, എല്ലാവരിലുമാണ്. കൈയടിച്ച് കിടന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങാണ് ഞങ്ങൾക്കെല്ലാം. അങ്ങ് ഞങ്ങളിൽ എല്ലാവരിലുമാണ്. സൗഖ്യമായി, ശക്തിയായി, സാന്ത്വനമായി, അഭിഷേകമായി അങ്ങ് ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ആശ്രയത്തെ നേരമെന്റെ ആശ്വാസം, എന്റെ വേദനകൾ സൗഖ്യമാകുമേ. യേശുനാമത്തിന്റെ ആശ്രയമേ, ആശ്രയത്തെ നേരമെന്റെ ആശ്വാസം, എന്റെ വേദനകൾ സൗഖ്യമാകുമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും പോരായ്മ വന്നു അപ്പോൾ പറയണം അതിൻ്റെ പകരം ആരാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ആരാണ്? ക്രിസ്തുവാണ്. ഇപ്പം നിൻ്റെ ഭർത്താവ് നിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല, സന്ധ്യയ്ക്ക് വന്നു, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് കഴിച്ചില്ല, ആൾ വേറെ എവിടെ നിന്ന് കഴിച്ചു, ചിലപ്പോൾ ഇത്തിരി മദ്യവും മരിച്ച് കയറ്റി, എന്നിട്ട് നിന്നെ ആ തെറ്റ് മറക്കാൻ വേണ്ടി നിന്നെ വേറെ ആൾക്കാരെ കൂട്ടി പറഞ്ഞു, തോന്നിവാസം പറഞ്ഞു, കശപിശയായി, നീയും ഭക്ഷണം കഴിക്കാൻ കിടന്നുറങ്ങി. അപ്പോൾ കെട്ടാത്തതും എല്ലാം ഒരുപോലെയായിട്ട് തോന്നി. അതിനകത്ത് കെട്ടിയതാണ്, കഷ്ടമായി പോലെ 2 കുഞ്ഞുങ്ങൾ ജനിച്ചു പോയില്ല, ആരെ ഇട്ടേച്ചും പോകാമായിരുന്നൊക്കെ പറഞ്ഞ് നീ ഇപ്പോൾ ഇതും പിറക്കി കിടന്നുറങ്ങുക. അപ്പോഴും പറയണം അതിൻ്റെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്? ക്രിസ്തു. അപ്പോൾ നീ ഈ വചനം പറയണം, ക്രിസ്തു എല്ലാമാണ്, എൻ്റെ ഭർത്താവുമാണ്. അത് അങ്ങേര് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് മരിച്ചുപോയ ചില സമയത്തൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുമേ, ഭർത്താവ് മരിച്ചു പോയ പോലെ നമുക്ക് തോന്നും, ഭാര്യ മരിച്ചു പോയ പോലെ തോന്നും. അങ്ങനെയൊക്കെ എന്തെല്ലാം തോന്നിയാലും എപ്പോഴും നീ ഓർത്തേക്കണം, പിതാവായ ദൈവം മനുഷ്യൻ്റെ കാലാവസ്ഥകളിലെ വ്യത്യസ്തമായ ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ ചില കാലഘട്ടത്തേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ ഒന്ന് നേരം വെളിച്ച് എഴുന്നേൽക്കുമ്പോൾ എല്ലാം തീരുമാനിക്കും. ഒന്ന് നേരം എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറയും, എടി സോറി കേട്ടാ, ഇന്നലെ എൻ്റെ ഒരു പ്രത്യേക മൂഡിലായിരുന്നു, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ സോവർ കഴിഞ്ഞു. പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു രാത്രിയാണ് നമ്മൾ ആ വിഷമം അനുഭവിച്ചത്. അത് ക്രിസ്തുവിൻ്റെ രാത്രിയാണ്.
പറഞ്ഞ മനസ്സിലായോ അച്ഛൻ? ആ ഒരു രാത്രി 24 മണിക്കൂറേ ഉള്ളൂ, ചിലപ്പോൾ 12 മണിക്കൂർ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവർക്ക് കർത്താവ് എനിക്ക് തന്നെ ഈ വിധി വന്നതില്ല, നീ പേതിയൊക്കെ പറിക്കും, പക്ഷേ അപ്പോഴും നീ വചനമറിയാവുന്ന നീ പറയണം, ഇത് ക്രിസ്തുവിൻ്റെ രാത്രിയാണ്. എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ വലുതാണ് ക്രിസ്തുവെന്നും ക്രിസ്തു എല്ലാമാണെന്നും എല്ലാവരിലുമാണെന്നും അപ്പായി എന്നോട് പറയുകയാണ്. Receive Jesus Christ and get saved. നീ കർത്താവിനെ സ്വീകരിക്കുക, നീ എൻ്റെ മകനെ സ്വീകരിക്കുക. നിൻ്റെ മനസ്സിലുണ്ടാകുന്ന എല്ലാ വിഷതകൾക്കും പരിഹാരവും പകരവുമായി അവനെ സ്വീകരിച്ച് നിൻ്റെ തൃപ്തി, നീ രക്ഷ നേടുക എന്നുള്ള അപ്പൻ്റെ സുവിശേഷമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. തീരാവ്യാധിയിൽ കഴിയുന്നവരെ, ഈ ശുശ്രൂഷ ലൈവിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, കൊറോണ വൈറസ് മൂലം വേദനിക്കുന്നവര്, അത് നിയോഗമായി സമർപ്പിക്കുന്നവര്, രാജ്യത്തിന് ദൈവത്തിന്റെ ശക്തി നിറയണമേ, സൗഖ്യം നിറയണമേ. ഹല്ലേലൂയ.